നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൊല്ലത്ത് കായിക വിദ്യാർത്ഥിനികൾ തൂങ്ങി മരിച്ച നിലയിൽ. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സായി ഹോസ്റ്റലിലാണ് സംഭവം. +2 SSLC വിദ്യാർത്ഥിനികളാണ് മരിച്ചത്. സഹപാഠികൾ രാവിലെ ഇരുവരെയും പ്രാക്ടീസിന് കാണാത്തതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് മുറിയിൽ ഫാനുകളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം, കോഴിക്കോട് സ്വദേശികളാണ് ഇരുവരും. സമീപത്ത് നിന്നും ആത്മഹത്യാക്കുറിപ്പുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം വ്യക്തമല്ല. സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ഒരു പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മലമ്പുഴയിൽ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ തുടരന്വേഷണത്തിന്റെ ഭാഗമായി പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. നവംബർ 29 തന്നെ പീഡന വിവരം അറിഞ്ഞിട്ടും പോലീസിനെയോ ചൈൽഡ് ലൈനെയോ സ്കൂൾ അധികൃതർ വിവരം അറിയിക്കാത്തതിനെ തുടർന്നുള്ള ഗുരുതരമായ വീഴ്ചയ്ക്കെതിരെയാണ് കർശന നടപടി സ്വീകരിച്ചത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത്. ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നുകൂടി നടപടി ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. കോഴിക്കോട് ബൈപ്പാസിൽ ഇന്നു മുതൽ ടോൾ പിരിവ്. കോഴിക്കോട് ദേശീയപാതയിലെ രാമനാട്ടുകര വെങ്ങലം ബൈപ്പാസിൽ ഇന്നു മുതൽ ടോൾ പിരിവ് ആരംഭിച്ചു. ഒളവെണ്ണ ടോൾ പ്ലാസയിൽ ടോൾ നിരക്ക് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങുകയും ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. സർവീസ് റോഡുകളുടെ പണി പൂർത്തിയാവാതെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകി പ്രതിഷേധവുമായി കോൺഗ്രസ്. പൂർണ്ണമായും ഇളവ് വേണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തുണ്ട്. അണ്ടർ-19 ഏകദിന ലോകകപ്പിന് ഇന്ന് തുടക്കം. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഇന്ത്യ അമേരിക്കയെ നേരിട്ടു. ഇന്ന് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കിയത് പുതിയ താരോദയങ്ങളെയായിരുന്നു. 2008 വിരാട് കോഹ്ലി ലോകശ്രദ്ധ നേടിയതുപോലെ ഇത്തവണ 14കാരനായ ഇന്ത്യൻ താരം വൈഭവ സൂര്യവംശിയായിരുന്നു പ്രധാന ആകർഷണമായത്. ഇറാൻ വ്യോമാതിർത്തി അടച്ചു. വിമാന സർവീസുകൾ റദ്ദാക്കി എയർ ഇന്ത്യ. ഇറാൻ വ്യോമപാത അടച്ചതിനെ തുടർന്ന് രാജ്യാന്തര വിമാന സർവീസുകൾ വലിയ പ്രതിസന്ധി നേരിടുന്നതായി ഇന്ത്യൻ എയർലൈനുകൾ അറിയിച്ചു. ഇറാൻ മേഖലയിലൂടെയുള്ള വിമാന സർവീസുകൾ വൈകാനും റൂട്ട് മാറ്റാൻ സാധിക്കാത്ത വിമാനങ്ങൾ റദ്ദാക്കാനും സാധ്യതയുണ്ടെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. വിമാനത്താവളത്തിലേക്ക് പോകും മുൻപ് വിമാനത്തിന്റെ തലസ്ഥിതി പരിശോധിക്കണം. രാജ്യാന്തര സർവീസുകൾ തടസ്സപ്പെടുമെന്നും ഇൻഡിഗോ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ യാത്രക്കാർക്ക് യാത്ര പുനഃക്രമീകരിക്കാനോ ടിക്കറ്റ് തുക തിരികെ ലഭിക്കാനോ അവകാശപ്പെടാനും ഇൻഡിഗോ അറിയിച്ചു. സ്പേസ് ജെറ്റ് യാത്രക്കാർക്കും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.